മനുഷ്യൻ പല ആവശ്യങ്ങൾക്കായി പലതരം മൃഗങ്ങളെയും കൂട്ടമായി വളർത്താറുണ്ട്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആട്ടിൻകുട്ടികളും പശുക്കളും ഒക്കെ ആയിരിക്കും അല്ലെ? എന്നാൽ മറ്റൊരു പ്രദേശത്ത് നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു വിഭാഗം ജീവികളെ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ട് വരെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ പല വിവിധ സംസ്കാരങ്ങളുടെയും വലിയൊരു ഭാഗമാണ് ഈ മൃഗങ്ങൾ. ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ തമാശക്കാരായി ചിത്രീകരിക്കപ്പെടുന്ന ലാമകളെയും അവരുടെ കുറച്ച് ബന്ധുക്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. വെൽക്കം ടു മോഷൻ ബുക്ക്, ഇറ്റ്സ് ഇൻഫോ ടൈം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ജനതകൾ വ്യാപകമായി വളർത്തുന്ന രണ്ട് ജീവികളാണ് ലാമകളും അൽപാക്കകളും. ഇവ രണ്ടും ഒരേ സ്പീഷീസിൽ പെടുന്നവരാണ്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ജീവികളാണിവ. ആദ്യകാലങ്ങളിൽ ഇവയെ മനുഷ്യർ വേട്ടയാടി പിടിച്ചിരുന്നു. എന്നാൽ പിന്നീട് മനുഷ്യൻ ഇവയെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും പതിയെ പതിയെ ഇവയെ കൂട്ടമായി വളർത്തുവാനും തുടങ്ങുകയും ചെയ്തു. ഇന്ന് വീട്ടിൽ വളർത്തുന്ന മറ്റ് പല ജീവികളെയും പൂർവികരെന്ന് വിശ്വസിക്കുന്ന പല ജീവികളും ഇന്ന് കാട്ടിൽ വംശനാശം വന്നെങ്കിലും ലാമകളുടെയും അൽപാക്കകളുടെയും പൂർവികരെ ഇന്നും അമേരിക്കൻ കാടുകളിൽ കാണാവുന്നതാണ്. ഇന്ന് തെക്കേ അമേരിക്കയിൽ 4 തരം കാംലിഡ്സ് കാണുവാൻ സാധിക്കുന്നു. ഇതിൽ 2 എണ്ണം ഡൊമസ്റ്റിക്കേറ്റഡ് ലാമയും അൽപാക്കയും, മറ്റ് 2 എണ്ണം ഇവയുടെ തന്നെ വൈൽഡ് കസിൻസായ ഗുവാൻകോയും വിക്കിനിയും ആണ്. ഇവ 4ഉം ചേരുന്ന വിഭാഗത്തിന് ലാമിനി എന്ന് പറയും. ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവയ്ക്ക് പരസ്പരം ഇണചേരുവാനും പുതിയ തലമുറകളെ സൃഷ്ടിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഗുവാൻകോയും വിക്കുനിയും കാട്ടിൽ ജീവിക്കുന്നവയാണ്. ഇതിൽ ഗുവാൻകോ വിക്കുനിയെ അപേക്ഷിച്ച് വലിപ്പം കൂടിയ മൃഗങ്ങളാണ്. പുരാതന കാലങ്ങൾ മുതൽ ഇവയെ ഭക്ഷണത്തിനും അതുപോലെ തന്നെ വസ്ത്രങ്ങളും മറ്റു പല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായും ഉപയോഗിച്ചിരുന്നതായി മനസ്സിലാക്കാവുന്നതാണ്. പെറുവിയൻ ആൻഡീസിലുള്ള പുനാ റീജിയണിൽ നിന്നാണ് ലാമയും അൽപാക്കയും കുറിച്ച് ഏറ്റവും പഴയ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 7200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ പലതരം ജീവികളെയും വേട്ടയാടി പിടിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ 7200 വർഷങ്ങൾക്ക് ഇപ്പുറം ആയപ്പോഴേക്കും ഇവർ ഗുവാൻകോകളെയും വിക്കൂനുകളെയും എല്ലാം വേട്ടയാടുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അക്കാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഡയറ്റിൽ 75% ഇത്തരത്തിലുള്ള ജീവികളുടെ മാംസമായിരുന്നു അടങ്ങിയിരുന്നത് എന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഇങ്ങനെ ഇവയെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുകയും പിന്നീട് അവയെ പതിയെ വളർത്തുവാനും തുടങ്ങുകയും ചെയ്തു. ഏകദേശം 5500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയപ്പോഴേക്കും ലാമകളും അൽപാക്കകളും മനുഷ്യ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാവുന്നത്. പെറൂവിയൻ ആൻഡീസിൽ 6000 മുതൽ 7000 വർഷങ്ങൾക്കപ്പുറം ആയപ്പോഴേക്കും മനുഷ്യൻ ഇണക്കി വളർത്തി തുടങ്ങി എന്ന് വിചാരിക്കുന്ന ജീവികളാണ് ലാമകൾ. ഈ പ്രദേശങ്ങളിൽ മനുഷ്യൻ ഇണക്കി വളർത്തുന്നതിൽ ഏറ്റവും വലിയ മൃഗം ഇത് തന്നെ. ഗ്വാൻകോയിൽ നിന്ന് വേർതിരിഞ്ഞു വന്നതാണ് ഇവ എന്ന് പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഇവയുടെ ശരീരഘടനയും ഏറെക്കുറെ സമാനമാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം മൃഗങ്ങൾ പൊതുവെ കാണപ്പെട്ടു വന്നിരുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കും ഇവ എത്തിപ്പെട്ടത്. ഏകദേശം 3800 വർഷങ്ങൾക്കപ്പുറം മുതൽ ഇവയെ തെക്കേ അമേരിക്കയിലെ എല്ലാ ഇടങ്ങളിലേക്കും മനുഷ്യർ എത്തിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിൽ തെക്കേ അമേരിക്കയിലെ ഒരു പ്രധാന സംസ്കാരമായിരുന്ന ഇൻക ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗം കൂടിയായിരുന്നു ഇവ. ശരാശരി 120 സെന്റിമീറ്റർ ഉയരത്തിലും 150 കിലോഗ്രാം ഭാരത്തിലും ഇവ കാണുന്നു. പൊതുവെ ലാമകളെക്കാളും വലുപ്പത്തിൽ ചെറിയ ജീവികളാണ് അൽപാക്ക. ലാമകളിൽ നിന്നും ഉണ്ടായ ഉപഭാഗമാണ് അൽപാക്ക എന്ന് ആദ്യകാലങ്ങളിൽ ശാസ്ത്രജ്ഞർ ധരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വിശദമായ പഠനങ്ങളിൽ നിന്നും ഇവ വിക്കൂനകളിൽ നിന്നും വേർപിരിഞ്ഞു വന്നവയാണെന്ന് മനസ്സിലാക്കുവാനായി. ഏകദേശം ശരാശരി 70 കിലോഗ്രാം ഭാരവും 100 സെന്റിമീറ്റർ വരെ ഉയരവും ഇവയ്ക്ക് കാണുവാൻ സാധിക്കും. ഇവയും വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇവയുടെ വലിപ്പക്കുറവ് കാരണം ഇവയെ ഭാരം വഹിക്കുന്നതിന് ഉപയോഗിച്ചു വന്നിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇവയുടെ രോമക്കുപ്പായത്തിന് വളരെയധികം ആവശ്യക്കാർ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ വിവിധ സംസ്കാരങ്ങളുടെയും ഭാഗമായിരുന്നു ഈ ഭാഗം മൃഗങ്ങൾ. പലവിധ മതപരമായ ചടങ്ങുകൾക്കും ഇവയെ ഉപയോഗിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. പലപ്പോഴും ഇവയെ അവരുടെ ദൈവങ്ങൾക്ക് ബലി നൽകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന ആളുകൾ മരിക്കുമ്പോൾ അവരുടെ കുടീരങ്ങളിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ അടക്കം ചെയ്തത് കണ്ടെത്തുവാനായിട്ടുണ്ട്. അവരുടെ മിത്തോളജിയിലും ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അയമാര എന്നൊരു ഭാഗത്തിന്റെ വിശ്വാസപ്രകാരം സ്വർഗത്തിലുള്ള ലാമകൾ സമുദ്രജലം കുടിച്ച് മൂത്രമൊഴിക്കുന്നതാണ് മഴയായി ലഭിക്കുന്നത്. നോർത്തേൺ പെറിലുണ്ടായിരുന്ന മോഹ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ ചിത്രകലകളിൽ പലപ്പോഴായി അൽപാക്കകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്.
ഇന്ന് പലപ്പോഴുമായി ലാമകളെ ആട്ടിൻകൂട്ടത്തിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് കോവിഡിനെതിരെയുള്ള പഠനങ്ങളിലും ഇവയെ ഉപയോഗിക്കുന്നതായി പറയുന്നു. ഇവയിൽ കാണുന്ന ചില പ്രത്യേകതരം ആന്റിബോഡീസ് ആണ് ഇതിന് കാരണം. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി ലാമകളെയും അൽപ്പാക്കകളെയും പ്രിയമുള്ളതാക്കുന്നത് ഇവയുടെ രോമക്കുപ്പായമാണ്. വളരെ ഫൈനായ അണ്ടർകോട്ടാണ് ഇവയ്ക്കുള്ളത്. പലപ്പോഴും ഇതുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾക്ക് $80 മുതൽ വില വരുന്നതാണ്. പലപ്പോഴും ആളുകളുടെ കരവിരുതും ബ്രാൻഡ് വാല്യൂമൊക്കെ ചേരുമ്പോൾ സാധാരണക്കാരന് ചിന്തിക്കാവുന്നതിലും വളരെ വില ഇവയ്ക്ക് വരുന്നതാണ്. എന്നാൽ ഏറ്റവും അധികം വില വരുന്നത് വിക്വാന ഊളിനാണ്. ഇവയുടെ രോമത്തിന്റെ കനമാണ് വില നിർണയത്തിന് അടിസ്ഥാനമാക്കുന്നത്. ലാമ ഫൈബറിന് 20 മുതൽ 30 മൈക്രോമീറ്റേഴ്സ് വ്യാസമുള്ളപ്പോൾ അൽപ്പാക്കയുടേതിന് 10 മുതൽ 15 മൈക്രോമീറ്റേഴ്സ് വരെയാണ് വ്യാസം. എന്നാൽ വിക്വാനയിലേക്ക് വരുമ്പോൾ ഇത് 6 മുതൽ 10 വരെ മൈക്രോമീറ്റേഴ്സ് മാത്രമാണെന്നാണ് വസ്തുത. എന്നാൽ ഇത് മാത്രമല്ല വിക്വാന ഊളിന് ഉയർന്ന വിലയ്ക്ക് കാരണം. കാട്ടിൽ മാത്രമുള്ള അവയെ മനുഷ്യർക്ക് ഇണക്കി വളർത്തുവാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല സംരക്ഷിത ഭാഗത്തിൽപ്പെടുത്തിയതിനാൽ ഇവയെ കൊല്ലാതെ വേണം ഇവയുടെ രോമങ്ങൾ കളക്ട് ചെയ്യാൻ. ഇത് വളരെ ശ്രമകരമായ പ്രവൃത്തിയാണ്. 1974 കണക്കുകളിൽ ഉയർന്ന വേട്ടയാടൽ മൂലം ഭൂമിയിൽ വെറും 6000 വിക്കൂനുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇവയുടെ സംരക്ഷണത്തിനായി നിരവധി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അണിചേരുകയും ഇന്ന് ഇവയുടെ എണ്ണം 3 ലക്ഷത്തിലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവയുടെ രോമങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. അതിനായി ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകളും അണിചേരും. മോട്ടോർ സൈക്കിളിലും മറ്റുമായി ഒരുപറ്റം ആളുകൾ കുറെ അധികം വരുന്ന വിക്വാന കൂട്ടങ്ങളെ ഒരു കൂട് പോലുള്ള കെണിയിലേക്ക് ഓടിച്ചു കയറ്റും. അതിനുശേഷം ഓരോന്നിനെയായി പിടിച്ച് രോമം കട്ട് ചെയ്ത് തുടങ്ങും. ഈ സമയങ്ങളിലെല്ലാം ഈ മൃഗങ്ങൾക്ക് അപകടമൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതിനുശേഷം ഇവ ഓരോന്നിന്റെയും ആരോഗ്യം പരിശോധിച്ചതിനു ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് കാട്ടിലേക്ക് പറഞ്ഞേക്കും. വളരെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഇവയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പവർ സോഴ്സുകൾ ഇവിടേക്ക് എത്തിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കത്രി ഉപയോഗിച്ച് വളരെ ശ്രമകരമായാണ് വിക്വാന ഊൾ കളക്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടെല്ലാം പലപ്പോഴും സൗത്ത് അമേരിക്കയുടെ പുറത്തെത്തുമ്പോൾ വിക്വാന ഊളുകൾ കൊണ്ടുള്ള തുണിത്തരങ്ങൾക്ക് $35,000 വരെ വില വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും അറിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം അറിവും ആനന്ദവും തരുന്ന കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.